നമസ്കാരം മുത്തുമണികളെ, ഒരുപാട് സന്തോഷം. ഹൃദയത്തിൽ തൊട്ട 1000 നന്ദി ആദ്യം തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ ചാനൽ 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങളുടെ കമൻറ്റുകളാണ് എൻ്റെ പ്രചോദനം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വളരെ പ്രധാനപ്പെട്ട 2 വാർത്തകളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൃക്കാക്കരയിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന ഒരു ഒന്നാം തരം വേട്ടാവളിയൻ, കറതീർന്ന ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഒരിക്കലും ഞാൻ ചാണകത്തിൽ ചവിട്ടില്ല എന്ന് പറഞ്ഞ ഈ പരമ ഊള പിന്നീട് നമ്മൾ കണ്ടത് ചാണകത്തിൽ ചവിട്ടിയെന്ന് മാത്രമല്ല, അതിനകത്ത് കിടന്ന് കുഴഞ്ഞ് മറിഞ്ഞ് പെരകുന്നതാണ് നമ്മൾ കണ്ടത്. ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോമാളിത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും കാണിച്ചിട്ടുള്ള ഈ വിഡ്ഢി കൂഷ്മാണ്ഡത്തിന്റെ 6 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് പേജ് കേരള സർക്കാർ പൂട്ടി എന്ന ഒരു വാർത്തയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടി. 6 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ആണ് റിമൂവ് ആക്കിയത്. എന്നിട്ട് അവൻ്റെ ഒരു കമൻറ്റും അതിനകത്ത് വന്നിട്ടുണ്ട്. തൃക്കാക്കരയിൽ എൻ്റെ മുന്നേറ്റം ഭയന്ന് എൻ്റെ 6 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് പേജ് കേരള പോലീസ് ഇന്ത്യയിൽ നിന്നും റിമൂവ് ചെയ്തു. എൻ്റെ ശബ്ദം പലരെയും ഭയപ്പെടുത്തുന്നു. വാ മൂടിക്കെട്ടിയിരിക്കാൻ തൽക്കാലം ഉദ്ദേശമില്ല. പിണറായിക്ക് വേണ്ടി പണിയെടുക്കുന്ന സൈബർ ഡിപ്പാർട്ട്മെന്റിലെ ഏതവനായാലും കോടതി കയറ്റും. ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാത്ത എന്നെ ഇല്ലാതാക്കാൻ ഞാൻ പറയുന്നത് ചെയ്യുക എന്ന ഉദ്ദേശമാണ് എങ്കിൽ നടക്കില്ല. എന്ന് മാത്രമല്ല, കൂടുതൽ ഉച്ചത്തിൽ ഞാൻ സംസാരിക്കും. ഇവൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റിമറിക്കാൻ പോകുന്ന ഒരുത്തനാണ്. ഈ ചാണകത്തിൽ തൊട്ടില്ല എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലെ? അതിനുശേഷം ഇവൻ അഭിപ്രായം മാറിയതും കണ്ടു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ ആർമിയെ വളരെ മോശമായ രീതിയിൽ പ്രസ്താവന കൊടുത്തപ്പോൾ ഈ നാറിനെ ഇവിടുത്തെ ദേശസ്നേഹികൾ, രാജ്യസ്നേഹികൾ എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് പെരുമാറി. സംഖ്യകളെ പേടിച്ച് ഇവൻ ഊട്ടയിൽ പോയിരുന്നതും പിന്നീട് ആ ഊട്ടയിൽ ഇരുന്ന് നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇവൻ ചാണകത്തിൽ ചവിട്ടിക്കൊണ്ട് ഇപ്പം ഈ സംഘപരിവാറിന്റെ ഭാഗമായി വന്നത്. അപ്പം കേരള പോലീസിനെ കാട്ടി എന്തുകൊണ്ട് പവറുള്ളതാണല്ലോ നീ നിൽക്കുന്ന ഈ പ്രസ്ഥാനം. അപ്പൊ നിന്റെ ഈ അക്കൗണ്ട് തിരിച്ചു കൊണ്ടുവരാനൊക്കെ അവർക്ക് സാധിക്കും. മറ്റൊരു വളരെ രസകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു 4-5 മണ്ഡലങ്ങളുണ്ടല്ലേ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് നമ്മുടെ ശോഭ ചേച്ചി 39% വോട്ടുകൾക്ക് മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതായത് ഇലക്ഷൻ ഇന്നലെ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി കൂട്ടിയും കിഴിച്ചും കണക്കെടുപ്പുകൾ നടത്തുന്ന ദിവസമാണ്. പക്ഷേ അവരങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു, വിജയിച്ചു എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു മെനഞ്ഞാന്ന് ഈ കണ്ണാടി എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ ശോഭ ചേച്ചിയുടെ മുല്ലപ്പൂ വെച്ച ആ നിഴൽ ഓടി നടന്നതും വീടുകളിൽ പൈസ കൊടുത്തതും കിറ്റ് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ് അല്ലേ. തൃശ്ശൂരിൽ ഇതേ സംഭവം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ കാര്യത്തിലും നടന്നത്. 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇലക്ഷൻ കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും എന്നുള്ളത്. അതേ കോൺഫിഡൻറ്റ് തന്നെയാണ് ഇവിടെ നമ്മുടെ ശോഭ ചേച്ചിക്കും ഉള്ളത്. ഇനി എങ്ങാനും ശോഭ ചേച്ചി ജയിച്ചാൽ ഇത് അസാധുവാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം കൈയോടെയാണ് പണം കൊടുക്കുന്നത് പൊക്കിയത്. എന്തൊക്കെ നാടകങ്ങളായിരുന്നു. എന്നിട്ട് ഈ ചേച്ചിയെ വെളുപ്പിക്കാൻ വേണ്ടി ഓരോ വേട്ടാവളിയന്മാർ വന്നിരുന്നുണ്ട്. ബുദ്ധിസ്ഥിരതയില്ലാത്ത ചില ഊളകൾ വന്നിരുന്നുണ്ട്. വീഡിയോ എന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാം നാണം തോന്നിപ്പോ കേട്ടോ. എന്തായാലും നമ്മുടെ ചെക്കൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലാ വാ. അതിനുശേഷം നമ്മുടെ ചേച്ചിയെ പൊളിച്ചെടുക്കുന്ന ആ വീഡിയോ കൂടെ ഒന്ന് കാണാം. എൻ്റെ ശബ്ദം പലരെയും ഭയപ്പെടുത്തുന്നു എന്നുള്ളതുകൊണ്ടാകാം കേരള പോലീസ് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഇന്ത്യയിൽ നിന്ന് റിമൂവ് ചെയ്യിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപക്ഷെ ഇതൊരു പുതിയ തുടക്കത്തിൻ്റെ കൂടി ഉണ്ടാവാം. ഞാൻ ഒരു പുതിയ പേജും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അഖിൽമാര 2.0 ഒരു 2ാം വരവാണ്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു 2ാം വരവായിരിക്കും. അപ്പോൾ ഈ ഒരു പേജ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. കേരള പോലീസിൻ്റെ ഈ നെറികെട്ട നടപടിക്കെതിരെ, നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാത്ത എനിക്കെതിരെ എൻ്റെ ഒരു പേജ് മൊത്തത്തിൽ, സാധാരണ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിന് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പോസ്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ് ചെയ്യുക. പക്ഷേ നാളിതുവരെ ഞാൻ ചെയ്ത എല്ലാ പോസ്റ്റുകളും ഇന്ത്യയിൽ നിന്ന് ഉള്ള ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച കേരള പോലീസിന് എൻ്റെ സ്നേഹം. അത്രയൊക്കെ ഇല്ലാണ്ടാക്കാൻ നിങ്ങൾ നോക്കിയാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ശബ്ദത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. തൃക്കാക്കരയിൽ എനിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം കൂടിയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം വ്യക്തമാണ്. ഞാൻ പറയുന്ന വിഷയങ്ങളുടെ സത്യം ജനത്തിന് തിരിച്ചറിയാൻ കഴിയും. ആ സത്യം പലരെയും ഭയപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പേജ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലേക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു. എടാ മണ്ടൻകുണാപ്പി, ഈ ധീരന് മരണം ഒന്നേ ഉള്ളൂ, പക്ഷെ ഭീരു പല പ്രാവശ്യം മരിച്ച് ജീവിക്കും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നീ. കാരണം ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടിട്ട് നീ ഒളിച്ചിരുന്ന് പിന്നെ സംഘികളുമായിട്ട്
ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് നീ ഇപ്പോൾ വന്നിരുന്നുണ്ട് ഈ കൊണയടിക്കുന്നത്. കേരള പോലീസ് നിന്റെ പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നത് നിന്റെ പാർട്ടിക്കാരല്ലേ, അവരത് തിരിച്ചുകൊണ്ട് തന്നോളും. എന്തിനാണ് നീ വേവലാതിപ്പെടുന്നത്? നിന്നെ ഈ വേട്ടാവളിയനെയൊക്കെ പേടിച്ചിട്ട് ആരെങ്കിലുമൊക്കെ നിന്നെക്കാട്ടി കൊല കൊമ്പന്മാർ കേരളത്തിൽ വന്നിട്ട് അഴിഞ്ഞാടിയായിരുന്നു. നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണനും അങ്ങനെ പലരും. ഇപ്പൊ BJPയുടെ ഗർജിക്കുന്ന ചില പുലികളെന്നൊക്കെ നീയൊക്കെ പറയത്തില്ലേ, ഉള്ളിച്ചേട്ടനും മറ്റേ ചേട്ടനും മറച്ച ചേട്ടനും ശോഭ ചേച്ചിയൊക്കെ. ഇവൻ ഇവിടെ ആയിട്ടില്ല. നിന്റെ കോമാളിത്തരം കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് ജനങ്ങൾ സഹികെട്ട് പൊറുതി മുട്ടിയിട്ട് അവർ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞതാടാ വേട്ടാവളിയാ നിന്റെ പേജ്. ഇനി നമുക്കേ മറ്റൊരു വീഡിയോ കൂടെ ഒന്ന് കാണാണ്ട് കണ്ടോ. ജനിച്ചു വന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിപ്പോ അവരുടെ കിറ്റില് സാധനങ്ങളൊക്കെ ഉണ്ടോ? ഞാനൊന്നും നോക്കിയില്ല. നീ മകൾ വന്നിട്ട് നോക്കിക്കോട്ടെ. പൈസ ഒന്നും തന്നില്ല. അതില് ചുവന്ന നടത്തിൽ കാണാണ്ട്, മഞ്ഞ നടത്തിൽ കാണാണ്ട്, വെള്ള നടത്തിൽ കാണാണ്ട് ഓരോരുത്തര വന്ന് ഒക്കെ കൂടി ഒരു കവറിലാക്കി. വലിയ കാറാ? അധികം വലുതൊന്നുമല്ല. എവിടെ? ഇവിടെ അല്ല അമ്മ കാറ്റൊന്നും മതി. ഞങ്ങള് എല്ലാവരും തന്നിട്ടുണ്ടോന്ന് അറിയാലോ. ഇതാണ് കിട്ടിയത്. വാസുവിന്റെ കൂടെ രാമകൃഷ്ണേട്ടന്റെ ടൈലർ ആരുടെ മോനാണോ? അല്ല, ടൈലർ ഉണ്ടായിരുന്നില്ലേ? ആളുടെ മോനെ. പണം നൽകിയെന്ന ആരോപണം നേരിടുന്ന സിമി സജീവ, ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് പുറത്തുവിട്ടത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എത്തിയപ്പോഴാണ് സിമി പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നത്. ആ ശോഭാ സുരേന്ദ്രനൊപ്പം സിമി നിൽക്കുന്ന ഫോട്ടോയാണ്, കോൺഗ്രസ് പുറത്തുവിട്ട ഫോട്ടോയാണ് ഇപ്പോൾ പ്രിയ പ്രേക്ഷകർ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ഇളവള്ളി മഠം നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ആ പൈസ നൽകിയ വെളുത്ത ചുരിദാറിട്ട സ്ത്രീ ആരാണ്? ആ ചോദ്യമാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി പാലക്കാട് ഇങ്ങനെ ഒഴുകി നടന്നിരുന്നത്. ശോഭ പറയുന്നു അങ്ങനെ ഒരു സ്ത്രീയെ തനിക്ക് അറിയേയില്ല, തന്റെ കാറിൽ അങ്ങനെ ഒരു സ്ത്രീയെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സ്ത്രീ താങ്കളുടെ കാറിൽ ഉണ്ടായിരുന്നതിന്റെ ഫോട്ടോ വരുന്നുണ്ടല്ലോ ചോദിച്ചപ്പോൾ അതൊരു നിഴൽ മാത്രമായിരുന്നു എന്നാണ് ശോഭയുടെ മറുപടി. എന്നാൽ അത് നിഴലല്ല എന്ന ഒരു തെളിവുകൾ ഉൾപ്പെടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുന്നത് കണ്ണാടിയിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള വിനേഷ് സർഗയാണ്. നിങ്ങൾ പറയുന്നത് അവർ സജീവമായിട്ട് ഈ പൈസ നൽകിയ സ്ത്രീ ഇവിടെ തന്നെ ഉള്ള സ്ത്രീയാണോ? അവര് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി വന്നപ്പോൾ മുതൽ, ശോഭാ സുരേന്ദ്രൻ ഈ പാലക്കാട് വന്നപ്പോൾ മുതൽ തന്നെ ഇവിടെ ഉള്ളവരാണ്. ഇവര് ഇങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട ബാധ്യത നമ്മളെ സംബന്ധിച്ചോളം വന്നു. സിമി സജീവ് എന്ന് പറയുന്ന തിരുവനന്തപുരം ജനിച്ചതും മുംബൈ മലയാളിയുമായിട്ടുള്ള സ്ത്രീയാണ് ഇന്ന് പണം നൽകുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. ഇവര് 3-4 ദിവസം മുൻപ് കണ്ണാടിയിൽ കേന്ദ്രമന്ത്രി വന്ന പരിപാടിയിൽ അവിടെ ശോഭാ സുരേന്ദ്രന്റെ കൂടെ ആ പരിപാടിയിലും ഇവർ വന്നിട്ടുണ്ട്. ഇവിടെ കുറെ ദിവസമായി കണ്ണാടിയിലുള്ള പണം നൽകുന്ന കാര്യങ്ങൾക്കെല്ലാം മുൻകൈ എടുക്കുന്നത് ഈ സ്ത്രീയാണ്. ഇന്നലെ കലാശക്കൊട്ടിൽ ഇന്നലെ പങ്കെടുത്തിട്ടുണ്ട്. പാലക്കാട് പങ്കെടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ഫോട്ടോസ് ഉൾപ്പെടെ ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാണം കെട്ട രീതിയിലാണ് കേരളത്തിൽ BJP വോട്ട് പിടിക്കുന്നത്. നേമം തൊട്ട് അങ്ങ് അറ്റം വരെ, കാസർഗോഡ് വരെ ഇത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടാണ് ഇവർ വോട്ടർമാരെ സമീപിക്കുന്നത്. ഇത്രയും തെളിവുകൾ പുറത്തുവിട്ടിട്ട് ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പച്ചക്കള്ളം പറയുന്ന ഈ വേട്ടാവളിയന്മാരെയും വേട്ടാവളിയത്തിമാരെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം താങ്ങണോ ചുമക്കണോ നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട ദിവസമായിരുന്നു ഇന്നലെ. ഇതൊക്കെ കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കിനി 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ഇനിയെങ്ങാനും 4-ാം തീയതി BJPയുടെ ഏതെങ്കിലും പ്രതിനിധികൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായ രീതിയിലല്ല, ഇത്തരത്തിൽ കിറ്റുകളും പണവും ഗൂഗിൾ പേ വഴി പണമൊക്കെ അയച്ചു കൊടുത്ത് മദ്യം ഒഴുക്കിയൊക്കെയാണ് നീയൊക്കെ വിജയിച്ചെന്നുള്ളത് കേരളത്തിലെ ബുദ്ധിയും വിവരവുമുള്ള സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഈ കേരളത്തിലെ പൊതുസമൂഹം മനക്കും. ഇനി അതല്ല ഇതിന് പുറയാണ് നിങ്ങൾ പോയി വോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വടക്കേ ഇന്ത്യയിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് ഈ കേരളത്തിൽ നടക്കാൻ. അധികാരമില്ലാഞ്ഞിട്ട് ഇത്രയും ധാർഷ്ട്യം ഇവരൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അധികാരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ജനങ്ങളോട് ഏത് രീതിയിലായിരിക്കും ഈ വേട്ടാവളിയന്മാർ പെരുമാറാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ കാണാം. നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക.